ഹലോ ഗായ്സ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. സോ ഇതിൽ ഞാൻ പെസ് കണ്ടൻറ്റ്സ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെസ് അല്ല, പൊതുവെ ഇപ്പം മാറിയല്ലോ ഈ ഫുട്ബോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. മെയിൻലി ഗെയിം പ്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ ഇനീഷ്യേറ്റീവാണ്. വലിയ പ്രോ പ്ലെയർ ഒന്നുമില്ല, എന്നാലും തരക്കേടില്ലാണ്ട് കളിക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ കളിക്കുന്നു. ഗായ്സ്, ഇതാണ് എൻ്റെ സ്ക്വാഡിൽ പറയാനാണെങ്കിൽ ഞാനത് അത്യാവശ്യം ചെറുപ്പം മുതലേ കളിക്കുന്ന സ്ക്വാഡാണ്. ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായി, ഒരു 4-5-6 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ +2 സമയത്താണ് ഈ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. അത് മുതലുള്ള സ്ക്വാഡുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറേ വേൾഡ് കപ്പ് എഡിഷൻ വന്ന പാക്ക് എടുത്തായിരുന്നു. അതിൽ നെയ്മർ ഉണ്ട്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് പാക്ക് പർച്ചേസ് ഈ ഫുട്ബോൾ, നെയ്മർ. പിന്നെ പറയാനാണെങ്കിൽ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, കുറച്ച് റിഗ് ചെയ്തിട്ടുണ്ട്. കോയിനൊന്നും അധികം പൊടിച്ചിട്ടൊന്നുമില്ല, മേടിച്ചിട്ടൊന്നുമില്ല. സേവ് ചെയ്ത് വെച്ച് എടുത്ത പ്ലെയേഴ്സാണ്. പിന്നെ മെയിൻ സ്ക്വാഡ് ഇതാണ്. ഒരു റേറ്റിംഗ് അനുസരിച്ച് ഇടുമ്പോൾ എൻ്റെ സ്ക്വാഡ്. പിന്നെ പാക്ക് പർച്ചേസ് ചെയ്ത് അത് മെസ്സിയുടെ അംബാസഡർ പാക്ക് ഇവിടെ കാണാം. പിന്നെ അതുപോലെ ഈ ഡേവിഡ് വില്ലയുടെ പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കളിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലെടുത്തതാണ്. പിന്നെ കുറച്ച് കോയിൻസ് ഓഫറിൽ കിട്ടിയില്ല. അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് കിട്ടണതാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മെയിൻ സ്ക്വാഡ്, ഇതാണ് സബ് ഇടയ്ക്ക് ഞാൻ മാറ്റും. ഗോൾ കീപ്പർ ഇവനെ കിട്ടിയപ്പോൾ പെട്ടതാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉള്ള ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല. ആക്ച്വലി ഞാനൊരു നേഴ്സാണ്. എൻ്റെ ഒഴിവ് സമയത്ത് കളിക്കുമ്പോഴുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്, പിന്നെ അത് കുറച്ച് മെമ്മറീസാണ്. പണ്ട് ഞാൻ കളിച്ച ഡിവൈസ് എന്നൊക്കെ പറഞ്ഞാൽ 1 GB റാം 2 GB റാമിലൊക്കെയാണ്. അപ്പോൾ സൈഡിൽ ലോഡ് ചെയ്ത് പോലുമില്ല. അപ്പോൾ നമുക്കൊരു വരുമാനമായപ്പോൾ ഒരു തരക്കേടില്ലാത്തൊരു ഡിവൈസ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തു. അപ്പോൾ അതിലാണ് കളിക്കുന്നത്. ഹൈ എൻഡ് ഒന്നുമല്ല, എന്നാലും ഒരു മോഡറേറ്റ് ഗെയിമിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. ഷോമി പാഡ് 6 ആണ്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് പോലെ തുടങ്ങിയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഡിവിഷൻ 4 പ്ലെയർ ആയിട്ടുള്ളൂ. ഞാൻ ഡിവിഷൻ 1 ഇതുവരെ എത്തിയിട്ടില്ല. ഡിവിഷൻ 2 ആണ് എൻ്റെ ഹയസ്റ്റ്. കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷേ കളിക്കണ കളി ഞാൻ എൻജോയ് ചെയ്ത് കളിക്കും, ആണ് എൻ്റെ ഒരു ഗെയിം പ്ലേ. വലിയ സ്റ്റാറ്റിറ്റിക്സും മറ്റും അതേപോലെ സ്കിൽ ഷോട്ടൊന്നും അധികം ഇടില്ല. പക്ഷേ എന്നാലും ഇടാൻ പറ്റുന്ന സ്കില്ല് എക്സിക്യൂട്ട് ചെയ്യും. റിഗ് ചെയ്യാറില്ല ഗെയിമിൻ്റെ മേലെ, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി കളിക്കുന്നതാണ്. SF ആണ്. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇൻകം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇത് തുടങ്ങുന്നത്. ഇത് സക്സസ് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും എനിക്ക് പെസ് ഇഷ്ടമാണ്. പെസ് 2018 മുതൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ്. അതിൻ്റെ പേരിൽ ഞാനിപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഒരുപാട്. കാരണം ആ സമയത്ത് എന്ന് വെച്ചാൽ ബെക്കം അവരെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ലെജൻസ് ഇപ്പോഴൊക്കെ ഓർമ്മ ഉണ്ട്, ഇപ്പോഴും ആ കവർ പേജ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇഷ്ടം കൊണ്ടൊക്കെ ഒരു കളി അങ്ങനെ കൂടിയതാണ് ബസ്സിൽ. പിന്നെ അതൊരു ബോറിങ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിട്ട് ഞാൻ കണ്ടു. പൈസ ഒന്നും അധികം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. അതിപ്പോൾ ചെറിയ പിള്ളേരോട് ഞാൻ പറയുന്നതാണ്. ഇതിൻ്റെ പേരിലൊന്നും പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു വേണ്ട. നമുക്ക് കിട്ടുമായിരിക്കും അങ്ങനെ കളിക്കുക. എനിക്ക് ഇപ്പോൾ ലെജൻസൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരാൾ പോലും ഉണ്ടാവില്ല. അധികം കണ്ടില്ലേ, ഇവിടെ ഉണ്ടാവും. കണ്ട അധികമൊന്നുമില്ല, കുറച്ച് പേരൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ലക്കിന് കിട്ടിയതാണ്. അതിനാകെ ഞാൻ പർച്ചേസ് ചെയ്ത പാക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു വരും. അപ്പം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ പിള്ളേരെ കളിക്കുമ്പോൾ നോക്കിയും കണ്ടും പൈസയൊക്കെ ചിലവാക്കുക. ഇത് അഡിക്ഷനായിട്ട് ഒരിക്കലും മാറരുത്. എനിക്കിപ്പോൾ ഒരു വരുമാനം അങ്ങനെയുള്ള കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത്. ഒരു സമയം പോകും. പിന്നെ എനിക്കൊരു പുതിയൊരു ഹോബി തുടങ്ങാനുള്ളൊരാഗ്രഹമുണ്ട്. യൂട്യൂബും പിന്നെ ഇൻസ്റ്റാഗ്രാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടി തുടങ്ങിയതാണ്. എന്നും കണ്ടന്റ് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാനൊന്നും അറിയില്ല. എന്നാലും ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു നല്ലൊരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യും. മാക്സിമം ഡിവിഷൻ പുഷ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ബാക്കി എനിക്കറിയണ സ്കില്ലിൻ്റെ ട്യൂട്ടോറിയലും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗെയിം പ്ലേ ഒന്ന് ജസ്റ്റ് ഇനോഗ്രേഷൻ പോലെ നമുക്കൊന്ന് കളിച്ച് നോക്കാം.
അറിയില്ല, കളി ചിലപ്പോൾ പുട്ടോ ജയിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു 2-3 ഗെയിം പ്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് തുടങ്ങാം. എൻ്റെ ഫസ്റ്റ് ചാനൽ വീഡിയോ ആണ്. ജയിക്കാൻ പറ്റുമോ പറ്റില്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എന്നാലും ട്രൈ ചെയ്യാം. കാരണം ഇത് ഞാൻ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഗെയിമാണ്. ഇപ്പോൾ തോറ്റാലും ഞാൻ കംബാക്ക് അടിക്കാൻ മാക്സിമം നോക്കും. സ്കില്ലിടാൻ പറ്റണ പോലെ സ്കില്ലിടാൻ നോക്കും. ഞാനിതിലധികം റിഗ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് സ്കില്ല് ചിലതറിയാം, ചിലത് ഒട്ടും തീരെ അറിയാത്തതുണ്ട്. പിന്നെ ചില കാർഡ് ടൈപ്പിൻ്റെ സ്കില്ല് എനിക്ക് അറിയില്ല. അപ്പോൾ ബ്ലിറ്റ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഉപയോഗിക്കാൻ പോലും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങൾ ഈ ഫുട്ബോൾ. അത് ഇഫ് യു പേ മണി യു ക്യാൻ ഏൺ പ്ലേയേഴ്സ്, അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഒപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരായിരിക്കും ഒപ്പോണൻ്റ് എന്ന്. റയൽ മാഡ്രിഡ് ആണ്. ബീസ്റ്റ് സ്ലയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീം നെയിമൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പൊതുവെ ഞാൻ സ്ക്വാഡൊന്നും അങ്ങനെ നോക്കാറില്ല. അപ്പം അങ്ങനെ. പിന്നെ ഞാനിത് വോയിസ് ഓവർ ആട്ടോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ രാത്രിയാണ് കളിക്കാറ്. അത് കഴിഞ്ഞ് എനിക്ക് നേരം കിട്ടുമ്പോഴാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞ നിറമുള്ള പന്താണ്. എന്താണെന്നറിയില്ല, അത് പെട്ടെന്ന് നല്ല ഭംഗിയാണ്. എൻ്റെ സ്ക്വാഡ് സെറ്റാണ്, ഓക്കെയാണ്. നമ്മൾ പവർ തന്നെയാണ്. റുമിയൊക്കെ ഫോമിൽ തന്നെ കത്തി നിൽക്കുന്നുണ്ട്. ഫിലിപ്പ് ഇൻസാഗി സ്റ്റാൻഡേർഡ് ഫോമാണെന്ന് തോന്നുന്നു പ്രാവശ്യത്തെ കാർഡ്. അതുകൊണ്ട് എനിക്ക് ആളെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നാലും നമുക്ക് കളി തുടങ്ങാം. ലോഡിങ് ആണ്, എന്തായത് ഇരുന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വീഡിയോ ആണ്. ഒന്ന് സമനിലയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തുടക്കം തന്നെ ഒരു തോൽവി, അത് ഒരു ശുഭലക്ഷണമല്ലല്ലോ. അപ്പം അതൊരു എന്തായാലും ഞാൻ പറ്റിക്കൊന്നുമില്ല. ഞാൻ ഉള്ള ഒരു ഗെയിം പ്ലാൻ കാണിച്ചു തരുള്ളൂ. അതാണ് നമ്മുടെ ഒരു പോളിസി. കളി തുടങ്ങിയിട്ടുണ്ട്. അവരാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. വാൽവേർഡെ ഡംബല്ലേന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഡംബലെ നൈസ് കളി. റീസെ ജെയിംസ്, ജെയിംസിൻ്റെ ക്രോസ്. ഒലിവർ ഖാൻ നല്ലൊരു തടയലായിരുന്നു. ക്ലിയറൻസ് ചെയ്തിട്ടുണ്ട് എടുക്കർ. ഫിലിപ്പ് ഇൻസാഗി ഡെക്ലർ ആൻഡ് റൈസ്. അവർ ഭയങ്കര അറ്റാക്കാണ് കേട്ടോ. ഫസ്റ്റിൽ തീപായാണ് അറ്റാക്കാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല, ഡിഫെൻഡ് ചെയ്യും. അറ്റാക്ക് ചെയ്താൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. അതാണ് എൻ്റെ പോളിസി. ചിലപ്പോൾ മഞ്ഞക്കാടോ ചുവപ്പ് കാർഡോ കിട്ടിയെന്ന് വരും. അതും കിട്ടാറുണ്ട് കേട്ടോ, ഉള്ളത് പറയാം. നമ്മൾ മാക്സിമം ഈ ഫുട്ബോൾ ലീഗൊക്കെ കളിക്കുമ്പോൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നോക്കാറ്. ഒരു മയവും കാണിക്കരുത്. ചില സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഒലിവർ ഖാനെയാണ് എൻ്റെ മെയിൻ ഗോൾ കീപ്പർ. ചില നേരത്ത് പുള്ളി പറക്കണ മനുഷ്യനാണ്. പക്ഷെ ചില നേരത്തോ അടുത്തുകൂടെ പോകണ അടക്കം തട്ടിട്ടില്ല. പ്രത്യേകിച്ച് പവറുള്ള സ്റ്റണ്ണിങ് ഷോട്ട്സ് അത് ഇന്നേ വരെ സേവ് ചെയ്യണം ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ചിലത് സേവ് ചെയ്യും, ലോങ് റേഞ്ചർ സേവ് ചെയ്യും. പക്ഷെ ബോക്സിൻ്റെ അടുത്തുള്ളതിൽ 50-50 ചാൻസസ് ഉള്ളൂ. പക്ഷെ ചിലത് കണ്ണ് തള്ളിക്കുന്ന സേവ് ആയിരിക്കും. ഇപ്പോൾ ബോൾ കിട്ടിയിട്ടുണ്ട്, വാൽവെർദെ വീണ്ടും പിടിച്ചെടുത്തു. വീണ്ടും അറ്റാക്ക് തന്നെയാണ് അവരുടെ. റോഡ്രിഗറിന് ക്ലിയറൻസ് ഉണ്ടാവും. വീണ്ടും മാച്ച് കിട്ടി. നെയ്മർ റൂമിയുടെ റൺ. റൂമി അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സ്റ്റണ്ണിങ് അടിച്ചു. അത് ഡിഫ്ലക്റ്റഡ് ആയി. വാൽവെർദെയുടെ ഒരു ലോങ് ബോൾ, അത് പോസ്റ്റിൻ്റെ മേലെ കൂടെ ഫിലിപ്പ് ഇൻസാഗി ഹെഡ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അങ്ങനെ അവസാനം അവരുടെ ഗോൾ കിക്ക് എത്തി, നമുക്കൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഒരു വലിയ ഹൈലൈറ്റ്. തിയോ ഹെർണാണ്ടസ് ബാക്ക് ടു ഒലിവർ ഖാൻ ബാക്ക് ടു തിയോ ഹെർണാണ്ടസ്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി, ക്രോസിൻ്റെ പവറും കുറച്ച് കൂടിപ്പോയി. ലീ ഡിക്സൺ, വാൽവെർദെയുടെ ഒരു ലോങ് ബോൾ ത്രൂ നടന്നില്ല. ഇൻസാഗിയുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ വന്ന് ഇൻസാഗിയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒഫൻസീവ് അവയർനെസ് 100 ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ആൾ നല്ല റൺ എടുക്കുന്നുണ്ട് ബോക്സിക്ക്. പക്ഷെ ഫിനിഷിങ് അത്രയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഫിനോമിനൽ ഫിനിഷിങ് ഉള്ള കാരണം അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാണ്ട് ഒരു OP ലെവല് കാർഡ് ഒന്നും പറയാനില്ല. റൂമിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടത്. അതുകൊണ്ട് ആളുടെ പണി ചെയ്യുന്നുണ്ട്. ആൾ നല്ല പാസും ബോക്സിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ചില നേരത്ത് ചാൻസ് കിട്ടിയാൽ നല്ലൊരു ബാങ്ങറും അടിക്കാൻ നോക്കും. അങ്ങനെയാണ് റൂമിയുടെ കാര്യം. അപ്പം അങ്ങനെ. വാൽവെർദെ അവർ തന്നെയാണ് പന്ത് ഹോൾഡ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉള്ളത് പറയാലോ, ഇത് പൊട്ടുന്ന എനിക്ക് തോന്നുന്നു. എന്നാലും ഡിഫൻസ് നമ്മൾ മാക്സിമം നോക്കും. റൂമി
റൂമിയല്ല, റൂമി തന്നെയായിരുന്നു അത്. ആ ക്രോസ് വന്നിരിക്കുന്നു. നെയ്മർ, എഡ്ഗർ, ഫെഡറിക്കോ വാൽവേർദെ. ഓ, ദ കൗണ്ടറിലുള്ള ശ്രമം. ഡെമ്പലേന്ന് ബോൾ. കോസ്റ്റർക്കട്ട് ഒരു മതിൽ തന്നെയാട്ടോ, ഒന്നും പറയാല. നല്ലൊരു മതിൽ തന്നെയാണ്. ഈ ചില നേരത്തെ ഈ ബെക്കംബോർ കയറി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്ട്രൈക്കർമാർ ഓടി പോണ പോലെയാണ്. എങ്ങോട്ടാ പോകണമെന്ന് ആൾക്ക് തന്നെ എന്തല്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലൈൻ മാത്രമാണ് ഒരു സെറ്റപ്പിൽ നിൽക്കുന്നത്. ബാക്കൊക്കെ കുറച്ച് ശോകം തന്നെയാണ്. വലിയ കാർഡുകളൊന്നുമില്ല. ആകെയുള്ളത് സ്കില്ലിടാൻ നോക്കി നടന്നില്ല. ഇൻസാഗിക്ക് പന്ത് കിട്ടുന്നില്ല. അതാണ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം. നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫിൽ വല്ലതും ഉണ്ടോ. അവർ തന്നെയാണ് പൊസിഷൻ വെച്ചേക്കുന്നത്, എല്ലാതും അവർ തന്നെ. നമുക്കിനി സെക്കൻഡ് ഹാഫ് നോക്കാം. വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവും. ഫിലിപ്പോ ഇൻസാഗി, വാൽവേർദെ. അപ്പോഴാണ് നമുക്കൊരു പന്ത് വൃത്തിക്ക് കിട്ടുന്നത്. ഓ, നല്ലൊരു ബാക്ക് പാസ്. ലിയോ മെസ്സി, ഫൗൾ. തിയോണണ്ടസ്, അതൊരു ഫൗളായിരുന്നു. മെസ്സിയുടെ ഒരു ക്രോസ് ബോൾ ഓവർ ദ ഹെഡ് ബോൾ ഇട്ടോ നോക്കാം. പാസ് എങ്ങനെയുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. നടന്നില്ല. വാൽവേർദെ പന്ത് എടുത്തു. വാൽവേർദയുടെ ഷോട്ട് ബ്ലോക്ക്ഡാണ്. ഇൻസാഗി, റൂമിയുടെ ഷോട്ട്, അതും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. റോഡ്രിഗർ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബസ്സിൽ. എൻ്റെ ഇപ്പോൾ ഉള്ളത് ആള് ട്രാൻസ്ഫർ ആയിട്ട് വന്നപ്പോൾ ഉള്ളൊരു കാർഡാണ് എൻ്റെ ചെൽസി. അതൊരു 2 കൊല്ലം പഴക്കമുണ്ട്. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്ന കാരണം അപ്പോഴും എൻ്റെ ഫസ്റ്റ് ലൈനിലുണ്ടാവും. എനിക്കിഷ്ടമാണ് കേട്ടോ കളിപ്പിക്കാൻ. നല്ല അഗ്രഷൻ ഉള്ളൊരു ഡിഫൻഡറാണ് ഇൻസാഗിയുടെ ബോൾ. റൂമി ഓഫ് സൈഡ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇട്ടതാണ്, കിട്ടിയാലും അങ്ങ് വെച്ചിട്ട് ഇട്ടതാണ്. എന്തായാലും അത് നടപടിയായില്ല. നമുക്ക് അവർക്ക് ഒലിവർഗാൻ തന്നെയാട്ടോ ഗോൾ കീപ്പർ. ദെൻ ബെക്കംബോർ റൺ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. റോഡ്രിഗറുടെ ഇന്റർസെപ്ഷൻ. റോഡ്രിഗർ ഫിസിക് ഇട്ടുകൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ പാളിപ്പോയി. ഡിഫൻസ് പൊട്ടി, നമ്മളൊരു ഗോൾ മേടിച്ചിരിക്കുന്നു. അത് സാധാരണയാണ്. നമുക്ക് കംബാക്ക് അടിക്കാൻ നോക്കാം. എന്തായാലും ഫസ്റ്റ് കളി നമ്മൾ പിന്നിക്കാണ് പോയേക്കുന്നത്, മുന്നാക്കല്ല. നമുക്കിപ്പോൾ തന്നെ കംബാക്ക് അടിക്കാൻ നോക്കാം. കംബാക്ക് ഇല്ലെങ്കിൽ എന്താ രസം. പ്രത്യേകിച്ച് ഇതില് റയൽ മാഡ്രിഡിന്റെ സ്ട്രിപ്പ് ഒറിജിനൽ ഇല്ലാത്ത കാരണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ റയൽ മാഡ്രിഡ് ഫാനാണ്. അത് വെച്ചിട്ട് ലെജൻസിന് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. മെസ്സിനൊക്കെ നല്ല ഇഷ്ടമാണ്. മെസ്സിയുടെ കളി കണ്ടിരിക്കാനേ ഒരു പ്രത്യേക രസമാണ്. എന്ന് വെച്ചാൽ റൊണാൾഡോ നല്ലൊരു കാർഡ് ബസ്സിൽ ഈ ഫുട്ബോളിൽ ഇല്ലാത്ത കാരണമാണ് കളിപ്പിക്കാത്തത്. എൻ്റെ ഒരു കാർഡ്സൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ലെജൻഡറിനൊക്കെ ഇട്ട് കളിപ്പിക്കുന്നതായിരിക്കും. അതെനിക്ക് ഇഷ്ടം തന്നെയാണ്. എനിക്കും റൊണാൾഡോയാണ് എൻ്റെ ഐഡൽ. പക്ഷെ മെസ്സി ഒരു വേറെ ഫീലിംഗ് തന്നെയാണ്. റോൾ മോഡൽ റൊണാൾഡോയാണ്. പക്ഷെ മെസ്സിയുടെ കളിയൊക്കെ ഞാൻ കാണും. എനിക്ക് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. നമുക്ക് റെഡി അടിക്കാൻ നോക്കാം. ഇൻസാഗി ഫിനോമിനൽ ഫിനിഷിങ്. ആ സ്കില്ലുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ ഓക്വേർഡ് ആംഗിളിൽ നിന്ന് ആ ബോൾ അയക്കുന്നത്. അതൊരു ബാങ്ങർ തന്നെയാണ്. അത് ഒറ്റ കാരണം, ആ സ്കില്ല്, ഫിനോമിനൽ ഫിനിഷിംഗ് എന്നുള്ള സ്കില്ല്. വേറെ ഒരു റീസണും അതിൻ്റെ പുറകിലില്ല. നമുക്കൊന്ന് സബ് ഇറക്കാം. സബ് ഇൻസാഗിയുടെ കത്തുകിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഡേവിഡ് വില്ല ഇറങ്ങിയിട്ടുണ്ട്, നെഡ്വേർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എംബാപ്പെ സെൻട്രൽ ഫോർവേഡ് അല്ല, വേണ്ട, ക്രൈഫിനാണ് സെൻട്രൽ ഫോർവേഡ് കളിപ്പിക്കാം. ഈ ക്രൈഫ് എനിക്ക് പണ്ട് ഫ്രീ ട്രൈ കിട്ടിയത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുമോ, ഒരു ഗോളും കൂടി കണ്ടെത്താൻ നോക്കാം. കുറച്ച് കയറ്റാം ഇവർ രണ്ടുപേരേന്. എന്നിട്ട് നമുക്ക് എംബാപ്പേനെ ഇറക്കാം. ഐ ചൂസ് എംബാപ്പെ ആസ് മൈ റൈറ്റ് വിങ്. ചില സമയത്ത് ആൾ വിങ്ങർ നല്ല കളി കളിക്കും. ഈ കാർഡ് പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് വിങ്ങിലിട്ടിട്ടാണ് ഉപയോഗിക്കാറ് ഫ്രാൻസിൻ്റെ ഇവൻറ്റ്സൊക്കെ വരുമ്പോൾ. ദെൻ ബോളുമായിട്ട് പോവുകയാണ്. ഡെക്ലറ റൈസ്. ക്രോസ് അല്ല, ക്ലിയറൻസ് ചെയ്ത് കിംചെ. വാൽവേർദെ പന്ത് കിട്ടും. അതാ പറഞ്ഞില്ലേ, റോഡ്രിഗർ നല്ല രീതിക്ക് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യാണ് ഡിഫൻഡർ. ഒന്നും പറയാല്ല, സൂപ്പറാണ്. ഞാനിത് ഏത് കാർഡാണെന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല ടാക്ലിങ് ചെയ്യും. ചില നേരത്തെ ടാക്കൾ അസ്ഥാനത്താണെങ്കിലും നമുക്ക് ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ടാക്കിളായിരുന്നു പ്രാവശ്യത്തെ. എന്നിട്ട് ആ ബോള് അവൻ്റെ മേത്തേക്ക് വാൽവേർദെ അടിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ദെൻ ആന്റോണിയോ റൂഡ്രിഗർ, ഹീസ് ജസ്റ്റ് ലൈക്ക് എ വോൾ ആക്ച്വലി.
നല്ല രീതിക്ക്. ഡേവിഡ് വില്ല ഇതാ. എനിക്ക് തോന്നുന്നത് ഇത് ഹൈലൈറ്റ് കാർഡാണോ എന്നാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഒപ്പോണൻ്റ് തന്നെ നോക്കിയിട്ടില്ല. അതാണ് ഞാൻ നോക്കാറില്ല. കാരണം അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചിലവരുടെ സ്ക്വാഡിൽ നല്ല കളിക്കാരുണ്ടാവും, പക്ഷേ തീരെ കളിക്കില്ല. ബേസിക് അറിയാണ്ട് കളിക്കും. വെറുതെ കോയിൻ റിക്ക് ചെയ്ത് സ്ക്വാഡ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല. ഞാൻ കളിക്കും. ചില സമയത്ത് എന്താ പറയുക, കളിയൊന്നും വരില്ല. ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ആണത്. പക്ഷെ മാക്സിമം ഞാൻ നന്നായിട്ട് തന്നെ കളിക്കാൻ നോക്കും. ഇപ്പോൾ ഗോൾ അടിക്കാനുള്ള ത്വരമുള്ള കാരണമാണ് എനിക്ക് ആ ഷോട്ട് അവിടെ നിന്ന് അൺലീഷ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അടിക്കാത്ത നമുക്ക് ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ഒലിവർ ഖാൻ. ഞാൻ പറഞ്ഞില്ലേ, ചില നേരത്തെ എൻ്റെ ഒലിവർ ഖാനിന് മാത്രമേ കുഴപ്പമുള്ളൂ. അടുത്തുള്ള സാധനം പിടിക്കില്ല. ബാക്കിയുള്ളവരുടെ ഒലിവർ ഖാനൊക്കെ അടുത്തുള്ള സാധനം പിടിക്കും. അകലുള്ള പിന്നെയും പിടിക്കൽ കുറവാണ്. തട്ടിയിട്ടിട്ട് റീബൗണ്ട് ചെയ്തിട്ട് കയറുകയാണ് പതിവ്. പക്ഷെ എൻ്റെ ഒലിവർ ഖാൻ കുഴപ്പമില്ല. ഓ, ലോങ് റേഞ്ചറൊക്കെ തടയും. ഷോർട്ട് റേഞ്ച് ഈ ബോക്സ് എന്നുള്ളതൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ 1v1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷോക്കാണ്. ഞാൻ ഇടയ്ക്ക് ഇറക്കിയൊക്കെ കൊണ്ടുപോകും. അല്ലാണ്ട് തടയാൻ ചിലപ്പോൾ ഒരു വഴിയില്ലെങ്കിൽ 1v1 ഒക്കെ ആണെങ്കിൽ ഞാൻ ബോക്സിൻ്റെ പുറത്തേക്ക് ഇറക്കാൻ ചെയ്യാറ്. ഒരു ന്യൂ ഇയർ സ്റ്റൈല് കളി തന്നെ കളിക്കും. അത് ചിലപ്പോൾ ഗോളാവും, ചിലപ്പോൾ ഗോളാവില്ല. പക്ഷെ ഒട്ടുമിക്ക അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഗോളാവാറില്ല. അപ്പോൾ കളിക്ക് തിരിച്ചു വരാം. തിയോ ഹെർണാണ്ടസ്, റോഡ്രിഗോയുടെ ഒരു നല്ലൊരു ടേൺ. ജൂഡ് ബെല്ലിംഗാം, കോസ്റ്റർക്കട്ട ഈസ് ജസ്റ്റ് ലൈക്ക് എ വോൾ. എനിക്ക് ഈ രണ്ടുപേരെയാണ് ഡിഫൻസിൽ ഏറ്റവും ഇഷ്ടം. കോസ്റ്റർക്കട്ടയും അതുപോലെ തന്നെ റോഡ്രിഗോ. കളി എൻ്റെ ഇതൊക്കെയാണ് 1-1. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കളി സമനിലയിലാണ് അവസാനിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം ആരാണ് MVP, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്റ്റാറ്റ്സ് നോക്കാനാണെങ്കിൽ നേരത്തെ അതേ സ്റ്റാറ്റ്സ് തന്നെ. ഞാൻ 2 ഷോട്ട് എടുത്തിട്ടുണ്ട് ഓൺ ടാർഗറ്റ്. അവരുടെ ജൂഡ് ബെല്ലിംഗ് ആണ്. ഓഫ്കോഴ്സ് നമ്മുടെ ഫിലിപ്പ് ഇൻസാഗി. ആംഗിൾ ഷോട്ട് അടിപൊളിയായിരുന്നു. ഒരു അതിൻ്റെ ഒരു റീപ്ലേ ഒന്ന് കാണണമെന്നുണ്ട്. കളിയുടെ ഇടയിൽ അത് കാണാൻ പറ്റിയില്ല. ഒക്കെ നോക്കാം. അവരുടെയാണ് ഫസ്റ്റ് ഷോട്ട്. തിയോ ഹെർണാണ്ടസ് അത് നമ്മുടെ ഒലിവർ ഖാൻ പക്കയായിട്ട് സേവ് ചെയ്തു. പിന്നെ അവിടെ എഡ്ഗർ ഡേവിസ്, പിന്നെ എടുത്തു പറയേണ്ടതാണ് എഡ്ഗർ ഡേവിസ്. നല്ല ഒരു ഇടയ്ക്കൊരു പ്ലേ മേക്കിങ്, ഇടയ്ക്ക് നല്ല ഡിഫൻസും എല്ലാം ഒത്തിണങ്ങിയിട്ട് ഒരു പ്ലെയറാണ്. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ ഇടുക. ഫസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് പോലെ തുടങ്ങിയിട്ടോ. ആരും എന്താ പറയുക, ഓവർ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് ഈ വീഡിയോ തംബ്നെയിലൊക്കെ കാണുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പെർഫോമൻസ്. ഇതൊരു ആവറേജ് പ്ലെയറിൻ്റെ ഒരു കളി അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്കധികം സമയം കിട്ടാറില്ല. ജോലിയുടെ ഒഴിവിൽ കളിക്കണതാണ്. വീട്ടിലൊക്കെ വരുമ്പോൾ ഒന്ന് സ്ട്രെസ് റിലീഫ് ആകാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ സൈനിങ് ഔട്ട്.